ഹലോ മക്കളെ, ഇപ്പോൾ നമ്മൾ +1 എല്ലാം കഴിഞ്ഞു, +2 എത്തി. ഒരു ഏകദേശം 2-3 മാസമൊക്കെ കഴിഞ്ഞു അല്ലേ. ഈ +2 എക്സാമിൻ്റെ ശേഷം, +2 ബോർഡ് എക്സാമിന് ശേഷം നിങ്ങൾക്ക് എഴുതാനുള്ള ഇഷ്ടം പോലെ കോമ്പറ്റേറ്റീവ് എക്സാമുകളുണ്ട്. ഒന്ന് മെയിനായിട്ടും പറയുകയാണെങ്കിൽ മെഡിക്കൽ ഫീൽഡൊക്കെ താല്പര്യമുള്ള കുട്ടികൾ എഴുതേണ്ട എക്സാമാണ് നീറ്റ് എക്സാം. എഞ്ചിനീയറിംഗ് ആസ്പിറൻസിന് എഴുതാൻ പറ്റുന്ന ഇഷ്ടം പോലെ എക്സാമുകളുണ്ട്. അതിൽ ഏറ്റവും മെയിൻ JEE എക്സാമാണ്. പിന്നെ കീം എക്സാം ഉണ്ട്, കുസാറ്റിൻ്റെ എക്സാം ഉണ്ട്, VIT എക്സാം ഉണ്ട്, ഐസറിൻ്റെ എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അതേപോലെ തന്നെ NDA നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ എക്സാമൊക്കെ എഴുതാൻ പറ്റും. അപ്പം ഈ ഒരു ബോർഡ് എക്സാമിനും അതേപോലെ ഞാൻ ഈ പറഞ്ഞ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെയും പ്രിപ്പറേഷൻ വേറെ തന്നെയാണോ? ആക്ച്വലി അല്ല. കാരണം ഞാൻ ഈ പറഞ്ഞ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ചോദിക്കുന്നത് എന്താ, നിങ്ങളുടെ +1 +2 NCERT ബേസ്ഡ് ആയിട്ടാണ് ചോദ്യങ്ങൾ വരിക. അപ്പോൾ നമുക്ക് രണ്ടും വേറെ ആയിട്ടുള്ള പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല. ചില കുട്ടികൾ വിചാരിക്കും +2 കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം നമുക്ക് എന്താ റിപ്പീറ്റ് ചെയ്യാം. അത്ര റിസ്ക് നിങ്ങൾ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം രണ്ടിന് ബോർഡ് എക്സാമിൻ്റെയും ഈ പറഞ്ഞ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെയും സിലബസ് ആക്ച്വലി എന്താ സെയിമാണ്. അതുകൊണ്ട് രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ രണ്ടും, ഈ കോമ്പറ്റേറ്റീവ് എക്സാമും അതേപോലെ ബോർഡ് എക്സാമും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സൈലം പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ് സൂപ്പർ കിങ്സ് നീറ്റ് JEE ബാച്ച്. അപ്പോൾ ഈ ബാച്ചിനെ കുറിച്ച് ഇപ്പം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ആൾറെഡി നമ്മൾ ക്ലാസ്സും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഓണം പ്രമാണിച്ച് സൈലം എന്ത് ചെയ്യുന്നുണ്ട്, ഓണം 10 എന്നുള്ള ഓഫർ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫീസിൻ്റെ 10% റിഡക്ഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഫീസ് എന്ത് ചെയ്താൽ മതി, അടച്ചാൽ മതി. അപ്പോൾ ആൾറെഡി നമ്മൾ ക്ലാസ്സും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പോലും ലേറ്റായി ജോയിൻ ചെയ്ത കുട്ടികൾക്ക് റെക്കോർഡായിട്ട് ഈ പറഞ്ഞ ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യും, കിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ എടുത്ത് പറയാനുള്ള കാര്യം, അഗ്നി ബാച്ച് നമ്മൾ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബാച്ച് പർച്ചേസ് ചെയ്ത കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് ഈ സൂപ്പർ കിങ്സിൻ്റെ ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം +2 ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള എൻ്റെ റിവിഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ ബാച്ചിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലഭിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ഇതൊരു അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. എത്രത്തോളം നിങ്ങൾ ലാഗ് ആവുന്നുണ്ടോ അത്രത്തോളം നമുക്ക് കുറേ ടൈം എന്താവും, മിസ്സായി പോകും. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് ക്ലാസ്സിൽ വെച്ച് കാണാം. അതുവരെ